ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? കട്ടപ്പനയിൽ നിന്നും കുമളി പോകുന്ന വഴിയിൽ ചെല്ലാർകോവിൽ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. അത് കാണാനായിട്ട് പോകുവാണ് ഇന്ന്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒരു അതിർത്തി പ്രദേശമാണ് ഈ ചെല്ലാർകോവിൽ എന്ന് പറയുന്ന സ്ഥലം. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലവും കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം. ചെറിയൊരു വീഡിയോയാണ്. ഇപ്പോൾ നമ്മൾ പുറ്റടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. ചെറിയൊരു ടൗൺ ആണ്. ഹോട്ടലുകളും നിറയെ കടകളും ഒക്കെയുള്ള ഒത്തിരി വലിയ സിറ്റി ഒന്നും അല്ലെങ്കിലും ചെറിയൊരു സിറ്റിയാണ് കേട്ടോ പുറ്റടി എന്ന് പറയുന്നത്. ഇത് കുമളി റൂട്ടാണ്. കട്ടപ്പനയിൽ നിന്നും കുമളി പോകുന്ന റൂട്ടിലാണ് പുറ്റടി എന്ന് പറയുന്ന സ്ഥലം. ഇനി നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ ലെഫ്റ്റ് കണ്ടോ, ഈ ലെഫ്റ്റ് വഴി പോയാൽ നമുക്ക് ചെല്ലാർകോവിൽ പോകാം. നേരെ പോകുന്ന വഴി അണക്കര കുമളി റൂട്ടാണ്. ഈ ലെഫ്റ്റ് പോകുന്ന വഴിയിലും നമുക്ക് അണക്കരയ്ക്ക് പോകാം കേട്ടോ. ഈ അണക്കര കൂടിയാണ് നമ്മൾ ചെല്ലാർകോവിലിന് പോകുന്നത്. ഇടുക്കി അണക്കരയിൽ ഒരു വിമാനത്താവളം വരുന്നതിനെ പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പേ നടന്നിരുന്നു. പക്ഷേ പല പല സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് അതെല്ലാം മാറിപ്പോയി. അന്ന് അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമായിരുന്നു കേട്ടോ ഇത്. അണക്കര വിമാനത്താവളത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന സ്ഥലമായിരുന്നു അത്. പിന്നെ മനോഹരമായ ഒരു ചർച്ച് കാണാം. അതും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ അണക്കരയിലെ വളരെ ഫേമസ് ആയ ഒരു സ്കൂളാണ് മോൺഫോർട്ട് സ്കൂള്. ആ സ്കൂളാണ് കേട്ടോ ഇത്. 1995 ജൂണിൽ സ്ഥാപിതമായ കേരളത്തിലെ ആദ്യത്തെ മോൺഫോർട്ടിയൻ സ്കൂളാണ് കേട്ടോ അണക്കരയിലെ മോൺഫോർട്ട് സ്കൂള്. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ നമ്മൾ പോകുന്ന അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക്. ഇവിടെ നിന്ന് റൈറ്റ് കയറി വേണം നമ്മൾ പോകാനായിട്ട്. അവിടെ അരുവിക്കുഴി വ്യൂ പോയിന്റ് എന്നും പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോയാൽ മതി. അങ്ങനെ നമ്മൾ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. നേരത്തെ ഇവിടെ പാസും കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ സർക്കാരിൻ്റെ കീഴിലാണ് പാസ്സുണ്ട്. ഒരാൾക്ക് 25 രൂപയാണ്. പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോകുവാണ്. ഇനിയപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് കൂടുതൽ കാഴ്ചകൾ കാണാം. ഇടതൂർന്ന പച്ചപ്പിനു നടുവിൽ ശാന്തമായി ഒഴുകുന്ന ഈ അരുവി മഴക്കാലത്താണ് സജീവമാകുന്നത്. ചെല്ലാർകോവിൽ എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമാണ് കേട്ടോ ഈ ചെല്ലാർകോവിൽ അരുവിക്കുഴി വാട്ടർഫോൾസ്. ചെറിയൊരു പുഴയായി കേരളത്തിൻ്റെ മടിത്തട്ടിലൂടെ ഒഴുകി ചെല്ലാർകോവിലിൻ്റെ നെറുകയിൽ നിന്ന് 3500 അടി താഴ്ചയിലേക്ക് പതിച്ച് തമിഴ്നാടിൻ്റെ സമൃദ്ധിക്ക് മുതൽക്കൂട്ടാകുന്ന ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇത്. തമിഴ്നാടിൻ്റെ കൃഷിയിടങ്ങളിലേക്കാണ് ഈ വെള്ളച്ചാട്ടം ഒഴുകിപ്പോകുന്നത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് കണ്ടോ, ആ വേലിക്ക് അപ്പുറം തമിഴ്നാടാണ്.
നമ്മൾ നിൽക്കുന്നത് കേരളത്തിൽ. നല്ല ഒഴുക്കിലാണ് കേട്ടോ വെള്ളം പോകുന്നത്. നല്ല ഹൈറ്റിൽ നിന്നാണ് താഴേക്ക് ഈ വെള്ളം പതിക്കുന്നത്. തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളാണ് ആ കാണുന്നത്. കമ്പം ഭാഗമാണ് ആ കാണുന്നത്. ഈ അരുവിക്കുഴി വാട്ടർഫോൾസിൽ നിന്ന് ഒഴുകി പോകുന്ന വെള്ളമാണ് താഴെ ആ നദിയിൽ കൂടി ഒഴുകുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ആ ഒഴുകി പോകുന്നത് ഇവിടെ നിന്നുള്ള വെള്ളമാണ്. ഇവിടെ നിന്നുള്ള വെള്ളമാണ് തമിഴ്നാട്ടിലേക്കുള്ള കൃഷിയിടത്തിലേക്കൊക്കെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലൂടെ അതിക്രമിച്ച് അപ്പുറത്തേക്ക് കടക്കരുതെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കമ്പിവേലിയൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് കേട്ടോ. തമിഴ്നാട്ടിലെ കമ്പം, ഗൂഡല്ലൂർ ടൗൺ പ്രദേശങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാം. ആ കാണുന്നത് ഒരു ടൗൺ ആണ് കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. കുറേ എന്തൊക്കെയോ കൂടിക്കിടക്കുന്നത് പോലെ നമുക്ക് തോന്നും അകലെ നിന്ന് നോക്കുമ്പോൾ. പക്ഷേ അതൊരു ടൗൺ പ്രദേശമാണ് കാണാൻ സാധിക്കുന്നത്. ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം ഒക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസും വീഡിയോയും ഒക്കെ എടുത്തു കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ആ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണല്ലോ. എന്ത് വിശാലമായിട്ട് കിടക്കുന്ന സ്ഥലമാണല്ലേ അത്. തമിഴ്നാടാണ് അത് ഫുള്ളായിട്ട് കാണുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നേരത്തെ ടൂറിസ്റ്റ് കേന്ദ്രമൊന്നും അല്ലായിരുന്നു. ഇപ്പോഴാണ് ഇവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറിയത്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അതിനൊക്കെ പ്രത്യേകിച്ച് ഉണ്ട്. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതമായി ജലനിരപ്പ് ഉയരുവാൻ സാധ്യതയുള്ളതിനാൽ യാതൊരു കാരണവശാലും വെള്ളത്തിൽ ഇറങ്ങരുത്. സുരക്ഷാ ജീവനക്കാർ പറയുന്നതെല്ലാം അനുസരിക്കണം എന്നും പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാം അത് പാലിക്കുക. ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പേരൊന്നും ഇല്ലെങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മഴയുടെ സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആൾക്കാരൊക്കെ കുറവ്.
ഞങ്ങളെന്നാൽ പോയ സമയത്ത് കുറച്ച് തോർച്ച ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ തലേദിവസം വരെ നല്ല മഴയായിരുന്നു. അവിടെ ചെന്ന സമയത്ത് ഒരു മണിക്കൂർ നേരത്തേക്ക് നല്ല തോർച്ച ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. നമുക്കപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നാൽ തമിഴ്നാടിൻ്റെ ദൃശ്യമെല്ലാം വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുവാണേ. ഇവിടെ ഒരു കഫേയൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. അതൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ. അവിടെ നിന്നും കുറേ ഫോട്ടോസും വീഡിയോയും ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ താഴേക്ക് പോന്നു കേട്ടോ. ഓപ്പോസിറ്റ് ആ മലയിലേക്കൊക്കെ പോകാം, പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ. മഴ ചെറുതായിട്ട് പെയ്തു തുടങ്ങിയിരുന്നു, അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയില്ല. അവിടെയും എന്തൊക്കെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറട്ടെ, ഒത്തിരി ആൾക്കാർ ഇങ്ങോട്ട് വരട്ടെ. നല്ലൊരു സ്ഥലമാണ്, വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും വെറുതെ കുറച്ച് നേരം ഇരിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നല്ല കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ട് ഇവിടെ ഇരിക്കാം. ടീ ഷോപ്പും കൂടെ ഓപ്പൺ ആകുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. എല്ലാം വർക്കൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുവാണ്. നന്നായിട്ട് മഴക്കാറൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഓൾ.